the birth anniversary of Sri Taraknath Das. നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർമൽ കോണ്ടെക്സ്റ്റുകളിൽ ഉള്ളൊരു പ്രത്യേകത, പല വ്യക്തികളുടെയും പേരുകൾ, അതായത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ മൂവ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേരിയസ് ഫീൽഡ്, ഓക്കെ, പല ഫീൽഡുകളിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പല വ്യക്തികളുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് പേര് കേട്ടാൽ അത് അറിയണമെന്നില്ല. സോ അതാണ് ആക്ച്വലി അത് ക്വസ്റ്റ്യനുകളുടെ അല്ലെങ്കിൽ എക്സാം കോൺസെപ്റ്റുകളിലൊക്കെ പലപ്പോഴും നമുക്ക് ചില ക്വസ്റ്റ്യനുകൾ, പ്രത്യേകിച്ച് സ്പോർട്സ് ആൻഡ് ആർട്സ് ഫീൽഡുകളിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നമുക്ക് തന്നെ അറിയാവുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരായിരിക്കും. ഇപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഇങ്ങനെയുള്ള ചില ഗെയിംസ് ആൻഡ് സ്പോർട്സിൽ മാത്രം ആൾക്കാരെ എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റുള്ള ഇപ്പോൾ ആർച്ചറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ഫീൽഡുകളിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് ഫീൽഡുകളിലുള്ള ആൾക്കാരെ പലർക്കും അറിയില്ല. അപ്പൊ അതുപോലെ ഏതിലും ഉണ്ട് ഈ പറയുന്ന ഹിസ്റ്റോറി കോൺസെപ്റ്റിൽ നമ്മൾ അറിയാത്ത കുറെ ആൾക്കാർ. ഇപ്പൊ താരക്നാഥ് ദാസ് എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് നോർമലി ഒരു ചോദ്യം വരാം. അപ്പൊ അതില് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പേഴ്സൺ എന്ന് പറയുന്നത് he was the pioneering immigrant in the west coast of North America and discussed his plans with Tolstoy while organizing the Asian Indian immigrants in favor of Indian independence movement. ഓക്കെ, അത് അപ്പൊ ഇതില് നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആണത്. ബട്ട് അപ്പോ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഇന്ത്യയിൽ മാത്രം ആയിരുന്നില്ല എന്നുള്ളതിനുള്ള തെളിവാണ് മിസ്റ്റർ താരക്നാഥ് ദാസ് എന്ന് പറയുന്നത്. അപ്പോൾ താരക്നാഥ് ദാസിന്റെ പ്രത്യേകത, ഹി വാസ് ദ പൈനിയറിംഗ് ഇമിഗ്രന്റ് എന്ന് പറയാം. അത് മാത്രമല്ല, ഇൻ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. ഓക്കെ, അപ്പൊ അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അമേരിക്ക മനസ്സിൽ കാണണം. നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് മുകളിലാണ്. സോ നോർത്ത്, നമ്മൾ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ നോർത്തിലാണ്, മുകളിലാണ് നോർത്ത് വരിക, താഴെ സൗത്ത് വരും. ആൻഡ് ഈസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡും ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡും. നമ്മളത് വി ആർ വാച്ചിങ്. ഓക്കെ, നമ്മൾ അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് പറഞ്ഞത്. സോ ഇപ്പൊ അമേരിക്കയുടെ വെസ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിയർ ടു പസഫിക് ഓഷ്യൻ ആണ്. ആ സൈഡിൽ പസഫിക് ഓഷ്യൻ ആണ് പ്രധാനമായിട്ട് വരിക. അതിൽ തന്നെ ജപ്പാൻ വരുന്നുണ്ട് ആ ഏരിയകളിൽ. പിന്നെ കുറച്ച് മുകളിലാണെങ്കിൽ റഷ്യ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എഴുതിയിരിക്കുന്ന പോയിന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഹി ഡിസ്കസ്ഡ് ഹിസ് പ്ലാൻസ് വിത്ത് ടോൾസ്റ്റോയ് എന്ന് പറയുന്നുണ്ട്. ടോൾസ്റ്റോയ് വാസ് വൺ ഓഫ് ദ പ്രോമിനന്റ് റൈറ്റർ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. ആൻഡ് ടോൾസ്റ്റോയ് എവിടെയുള്ള വ്യക്തിയാണ് ഈ ടോൾസ്റ്റോയ്? അപർണ, US ആണോ സർ? ആക്ച്വലി ടോൾസ്റ്റോയ്, അതുപോലെ നമ്മൾ ദസ്തവേസ്കി എന്നൊക്കെ പറയുന്ന കുറെ റൈറ്റേഴ്സ് ഉണ്ട്. ടോൾസ്റ്റോയ് മോസ്റ്റ്ലി ഇറ്റ്സ് റഷ്യൻ. ഓക്കെ, റഷ്യൻ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റഷ്യയും അമേരിക്കയും അടുത്തടുത്താണോ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ചോദ്യം വരാം. അപ്പോൾ റഷ്യയും അമേരിക്കയും ആക്ച്വലി എന്താണ്, അടുത്തടുത്ത രാജ്യങ്ങളാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ. ബിക്കോസ് നമ്മൾ മാപ്പില് അറ്റ്ലസ് എന്നുള്ള കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ മാത്രമാണ്, മാപ്പ് നോക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു പരത്തിയിട്ടിരിക്കുകയാണ്, അതായത് സ്ക്വയർ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അമേരിക്ക ഒരറ്റത്തും റഷ്യ മറ്റൊരറ്റത്തുമാണ്. ബട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നോക്കിയാൽ അറിയാം റഷ്യയും അമേരിക്കയും അടുത്ത രാജ്യങ്ങളാണ്. ഓക്കെ, അത് അവർ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഡിഫറൻസ് ഉണ്ട്, കാര്യമായ ക്ലൈമറ്റ് ഡിഫറൻസ് ഉണ്ട്. സോ നോർത്ത് അമേരിക്കയിലെ ഒരു രാജ്യം മാത്രമാണ് അമേരിക്ക. ആൻഡ് അറിയാലോ, ഇപ്പൊ അടുത്ത കാലത്ത് ട്രംപ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ട്രംപ് അറിയാലോ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ്, ചാർജ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ മാസത്തിലാണ് ചാർജ് എടുക്കുന്നത്, ജാനുവരിയിൽ. സോ ട്രംപ് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ ഒരുപാട് അനൗൺസ്മെന്റുകൾ നടത്തി. അപ്പൊ അതില് ട്രംപ് അടുത്ത കാലത്ത് പറഞ്ഞു, അമേരിക്കയുടെ 51st, അതായത് 51st എന്ന് പറയാം, അതായത് 50 സ്റ്റേറ്റുകളാണുള്ളത്. സോ 51st സ്റ്റേറ്റ് ആയിട്ട് ഒരു സ്ഥലത്തിനെ ട്രംപ് പ്രപ്പോസ് ചെയ്തു. അതായത് ട്രംപ് മുന്നോട്ട് വെച്ചതാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് അമേരിക്കയുടെ ഭാഗമാകാം. സോ അത് ആരോടാണ് പറഞ്ഞത്? ട്രംപ് പറഞ്ഞത് ഈ 51st സ്റ്റേറ്റ് ആയി കോളാൻ അടുത്ത് പറഞ്ഞത്. എനി ഐഡിയ അപർണ, സൂരജ്? യെസ്, ഇപ്പോ വളരെ ലേറ്റസ്റ്റ് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്.
Any idea? കാനഡയാണോ? യെസ് എക്സാക്ട്ലി, കാനഡ. ഓക്കെ, കാനഡയാണ്. കാനഡ പക്ഷെ അതൊരു വി ക്യാൻ സീ ഇറ്റ് ആസ് ഓൺലി ആസ് എ ജോക്ക്. ഓക്കെ, ഒരു ജോക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് മാത്രമേ സത്യത്തിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ട്രംപിന്റെ ഒരു സ്റ്റൈൽ ഓഫ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് എല്ലാ രീതിയിലും ഒരു സംതിങ് ക്രേസി എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അപ്പൊ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവം അതാണ്, കാനഡയെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അമേരിക്കയുടെ 51st സ്റ്റേറ്റ് ആക്കിയിട്ട് ഉൾപ്പെടുത്താം. അപ്പൊ അത് രസകരമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ, അതായത് അതിന്റെ വലിപ്പത്തിൽ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഫസ്റ്റ് വരുന്നത് റഷ്യയാണ്, സെക്കൻഡ് വരുന്ന രാജ്യമാണ് കാനഡ. അതായത് ഈവൻ അമേരിക്കയേക്കാൾ വലിയൊരു രാജ്യമാണ് കാനഡ. അതിലേക്കാണ് അമേരിക്ക വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസലാണ് ഈ കാനഡയെ എന്താക്കുക, ഒരു സ്റ്റേറ്റ് ആക്കി ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ എന്നുള്ള ഇതിൽ. സോ ഇറ്റ്സ് സംതിങ് എന്താണ് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ എന്ന് ചോദിക്കാം. ദ ഓൺലി റീസൺ ഈസ് കാനഡിയൻ അല്ലെങ്കിൽ കാനഡയുടെ റിസോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അതുമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്മളിപ്പോ ഇവിടെ താരക്നാഥ് ദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. താരക്നാഥ് ദാസ് ഈ പറയുന്ന അമേരിക്കയുടെ ഒക്കെ നോർത്ത് അമേരിക്കയുടെ വെസ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആൻഡ് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റുകൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് വന്നത് അടുത്ത കാലത്ത്. അപ്പൊ ഇവിടെ താരക്നാഥ് ദാസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹി വാസ് എൻ ഇന്ത്യൻ റവല്യൂഷണറി ഇന്റർനാഷണലിസ്റ്റ് സ്കോളർ ആൻഡ് താരക് വാസ് ബോൺ ഇൻ മജുപാറ ഇൻ 24 പർഗാന ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോ 24 പർഗാന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. ബിക്കോസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസുകളിൽ ഇല്ല എങ്കിലും പഴയ ചില സ്റ്റാറ്റിസ്റ്റിക്സുകളിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സുകളിൽ ഒന്നാണ്, സ്റ്റേറ്റ്സ് അല്ല, ഡിസ്ട്രിക്റ്റിൽ. ഓക്കെ, ഈ 24 സൗത്ത് പർഗാന എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് വരിക? ഓക്കെ, ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ, വെസ്റ്റ് ബംഗാൾ. അപ്പൊ ചോദിക്കുന്നില്ല. സോ വെസ്റ്റ് ബംഗാളിലാണ് 24 പർഗാന. അത് 24 പർഗാന എന്ന് പറയുന്നത് നോർത്ത് പർഗാന, സൗത്ത് പർഗാന എന്ന് പറയുന്ന 2 ജില്ലകളുണ്ട്. ഓക്കെ, നോർത്ത് പർഗാനയും സൗത്ത് പർഗാനയും ഉണ്ട്. അപ്പൊ ഇത് ഏറ്റവും തിക്ലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട്സ് ആണ്. പിന്നെ ഒരു കാലത്ത് ഈ പറയുന്ന ഡിസ്ട്രിക്റ്റുകൾക്ക് ക്രൈം റേറ്റ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കുറെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ വന്നിട്ടുള്ള ചില ജില്ലകൾ കൂടിയാണ്. ഓക്കെ, അത് ലേറ്റസ്റ്റ്. ഇപ്പൊ പറയുന്നതൊക്കെ നമ്മൾ ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ കമ്മിങ് ഫ്രം the lower middle class family, his father Kali Mohan was a clerk at the Central Telegraph Office in Calcutta. At a younger age, Das was attracted by the revolutionary cause of Anushilan Samiti. Secret society became its member. On the advice of Jitendra Nath Mukherjee, Das escaped initially to Japan and there moved to United States of America. ഓക്കെ, അത് അതിന്റെ ഡീറ്റെയിൽസുകൾ പറയുന്നതാണ്. അപ്പോൾ ഇതില് നമ്മള് ഈ ബംഗാളിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ അറിയാലോ. ഇത് ഓക്കെ, ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നെക്സ്റ്റ് വരുന്നുണ്ട്. അതായത് ഇൻ 1913 ദാസ് കെയിം ഇൻ കോൺടാക്ട് വിത്ത് ഹർദയാൽ ആൻഡ് ഗോട്ട് അസോസിയേറ്റഡ് വിത്ത് Gaddar movement and his anti-colonial activities. In 1917, he was implicated in the Indo-German conspiracy case, in which he was imprisoned in Kansas for 2 years. Das continued to be involved in revolutionary activities, maintained strong anti-British. Okay, അത് അപ്പോൾ പറയുന്നതാണ്. അപ്പൊ ഇവിടെ പ്രത്യേകത, ഈ താരക്നാഥ് ദാസിന്റെ പ്രത്യേകത നോക്കിയാൽ അറിയാം, ഹി വാസ് എ റവല്യൂഷണറിസ്റ്റ് ലീഡർ. പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മിക്സഡ് റവല്യൂഷണറി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു മോഡറേറ്റ് മൂവ്മെന്റും ഉണ്ട്. ഒക്കെ അറിയാലോ. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി 1885 ഫോം ചെയ്തു, ഡിസംബർ 28. അപ്പൊ അത് ബോംബെയിൽ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അന്ന് അത് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നവരിൽ നല്ലൊരു ശതമാനവും മോഡറേറ്റ്സ് ആയിരുന്നു. ആദ്യകാലങ്ങളിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും ഉണ്ട്, അതായത് തീവ്രവാദികളും മിതവാദികളും. അപ്പൊ ഇത് പിന്നീട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ കോൺഗ്രസിന്റെ പോലെ അല്ലാതെ വേറെയും ഒരുപാട് പാർട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല.
ഇറ്റ് വാസ് ടേൺ ഫ്രം, അല്ലെങ്കിൽ ദ മൂവ്മെന്റ് വാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ അതർ പാർട്ട് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതിലൊന്നാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ കാനഡ തന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. കാരണം ആദ്യകാലങ്ങളിൽ കാനഡയിലേക്ക് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഒരുപാട് സിഖുകാർ, പ്രധാനമായിട്ട് സിഖ് കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ പഞ്ചാബിൽ നിന്ന് അവർ കാനഡയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുടിയേറിയിട്ടുണ്ട് മൈഗ്രൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് പയനിയറിംഗ് ഇമിഗ്രൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരുപാട് പേര് അങ്ങനെ നാട് വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ അന്ന് പോയ നാട് വിടലിന്റെ പ്രധാന ഉദ്ദേശം ജോലി അല്ല. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്ന ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ള ബെറ്റർ ലൈഫ് കോൺസെപ്റ്റുകളല്ല, അതായത് നല്ല ജീവിതം തേടി പോകുന്ന ഒരു സാധ്യതയല്ല. അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സ്വതന്ത്രമാക്കുക, അതിനുവേണ്ടി പുറത്തു നിന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗദ്ദർ പാർട്ടി, ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി 1913. സോ അത് പലപ്പോഴും ചോദ്യങ്ങളിൽ കാണാറുണ്ട്, ഗദ്ദാർ പാർട്ടി മൂവ്മെന്റ് എന്തായിരുന്നു, എവിടെയാണ്. അപ്പോൾ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോ, ഇറ്റ്സ് ഇൻ അമേരിക്ക. 1913 ലാലാ ഹർദയാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ലാലാ ഹർദയാൽ എന്ന് പറയുന്നത് ഹി വാസ് ദ ഡിസിപ്പിൾ ഓഫ് ലാലാ ലജ്പത് റായ്. ഓക്കെ, ലാലാ ലജ്പത് റായ് അറിയാലോ, ഇത് പഞ്ചാബ് കേസരി അല്ലെങ്കിൽ പഞ്ചാബ് ലയൺ എന്നൊക്കെ വിളിക്കുന്ന വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ഹി വാസ് എ റവല്യൂഷണറി ലീഡർ. അതായത് തീവ്രവാദികളായിരുന്നു ഇവരെല്ലാം. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർ നോൺ വയലൻസിലല്ല വിശ്വസിച്ചിരുന്നത്, ദേ ബിലീവ്ഡ് ഇൻ വയലൻസ് ആക്ച്വലി. അപ്പോൾ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടേണ്ടത് കൈകെട്ടി നിന്നിട്ടല്ല, മറിച്ച് ആയുധങ്ങൾ എടുത്തിട്ടാണ് എന്നുള്ളൊരു ആംഗിൾ തന്നെയായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ അത് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്, പഞ്ചാബിൽ നിന്ന്. ഈ ലാലാ ലജ്പത് റായിയുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ലാലാ ഹർദയാൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ ഈ ലാലാ ലജ്പത് റായ് പറയുമ്പോൾ ലാലാ ലജ്പത് റായിയുടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ബാങ്ക് ഉണ്ട്. ഏതാണ് ലാലാ ലജ്പത് റായ് സ്റ്റാർട്ട് ചെയ്ത ബാങ്ക്? യെസ്, ഏതാണ്? അപർണ, സൂരജ്, എനി ഐഡിയ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, യെസ് എക്സാക്ട്ലി. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ ആദ്യകാലങ്ങളിലെ എല്ലാ ബാങ്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് ആണ്, അതായത് അല്ലാതെ ഗവൺമെന്റിന്റെ ബാങ്കുകളായിരുന്നില്ല. എല്ലാ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു. ആൻഡ് ഈ പ്രൈവറ്റ് ബാങ്കുകളെ പിന്നീട് 1969 നാഷണലൈസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അതായത് ആദ്യം 14 നാഷണലൈസ്ഡ് ബാങ്കുകൾ വന്നു. സോ ഇതെല്ലാം ഓരോ വ്യക്തികളുടെ കയ്യിലായിരുന്നു. അപ്പൊ അതിനെ ഗവൺമെന്റ് എന്ത് ചെയ്തു, നാഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ഗവൺമെന്റ് ആക്കി എന്ന് പറയാം, അതിനെ പിടിച്ചെടുത്തു. ബിക്കോസ് ഗവൺമെന്റിലേക്ക് ഫണ്ടിങ് വരുന്നതിനും മാത്രമല്ല ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനെ ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1969 14 ബാങ്ക്സ്. ദെൻ അതിനുശേഷം 6 ബാങ്കുകളെ കൂടി 1980 നാഷണലൈസ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 20 ബാങ്ക്സ് ആണ് തുടക്കത്തിൽ ഇത്രയും വർഷങ്ങളിൽ, അതായത് 69 ആൻഡ് 80 ആയിട്ട് നാഷണലൈസ് ചെയ്തത്. പിന്നെ അതിൽ എന്താണ് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ വരില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴിച്ചുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റ് അനുബന്ധമായിട്ടുള്ള കമ്പനികളുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മൈസൂർ, പട്ടിയാല എന്നൊക്കെ പറയുന്ന വേറെയും 6 സബ്സിഡറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം പിന്നീട് ഒന്നാക്കിയിട്ട് ഇന്ന് കാണുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറി. അതുപോലെ ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഇടയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. ഓക്കെ, അപ്പം അങ്ങനെ അതുപോലെ വേറെ ഉണ്ട്. ഇപ്പോൾ എക്സിം ബാങ്ക്, അതായത് എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 1-2 ബാങ്കുകളുണ്ട്. സോ ഇതെല്ലാം ഗവൺമെന്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ വരുന്നതാണ്. ഇപ്പോൾ മേജർ ബാങ്കുകളിൽ ഈ പറയുന്ന കോൺസെപ്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എക്സസൈസ് റെഡ് ഫ്ലാഗ് 2024. The Indian Air Force was successfully completed the participation in Exercise Red Flag 2024. It was conducted in Eielson Air Force Base, Alaska from June 4th to June 14. ഈ അലാസ്ക എന്ന് പറയുന്നത് എവിടെയാ? യെസ്, അലാസ്ക എവിടെയാണ് ഉള്ളത്? അലാസ്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അലാസ്ക ഇപ്പൊ പറഞ്ഞ കോണ്ടെക്സ്റ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റിൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു പോയിന്റുമായിട്ട്
അതിന് കണക്ഷനും ഉണ്ട്. എവിടെയാണ് ഈ അലാസ്ക? അപർണ, സൂരജ് അവിടെ ഇല്ലേ? സൂരജിന്റെ ശബ്ദം കേൾക്കാനില്ല. ഓക്കെ യെസ്. സോ എവിടെയാണ് അലാസ്ക എന്ന് പറയുന്ന സ്ഥലം? അമേരിക്ക. അതായത് എക്സാക്ട്ലി യെസ്, അമേരിക്കയിലാണ്. അമേരിക്ക മാത്രമല്ല, അതിന്റെ പിന്നിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് തോന്നുന്നു. ഇനി ഹിസ്റ്ററി, അതിന്റെ പിന്നിലുള്ള കഥ, അലാസ്ക അമേരിക്ക എങ്ങനെയാണ് കണക്ഷൻ? ഇനി സ്റ്റോറി ബിഹൈൻഡ്. ഓക്കെ യെസ് കുഴപ്പമില്ല. ഓക്കെ, അലാസ്ക അമേരിക്കയുടെ സ്ഥലമാണ് ഇപ്പോ, പക്ഷേ മുൻപ് അത് റഷ്യയുടെ സ്ഥലമായിരുന്നു. ഓക്കെ, റഷ്യയുടെ കയ്യിൽ നിന്ന് അമേരിക്ക വാങ്ങിയ സ്ഥലമാണ് അലാസ്ക. ബിക്കോസ് അത് അമേരിക്ക വാങ്ങിയത് കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലം, അങ്ങനെ തന്നെ. അതായത് അല്ലാതെ വെറുതെ യുദ്ധത്തിലൂടെയോ അങ്ങനെയൊന്നും പിടിച്ചെടുത്തതല്ല. കാശ് കൊടുത്ത് ആ സ്ഥലത്തിനെ വാങ്ങുകയാണ് ചെയ്തത്. അതും അന്ന് റഷ്യ ചെയ്തത് റഷ്യയുടെ കയ്യിൽ കിടക്കുന്ന ഒരു ഉപകാരമില്ലാതെ കിടക്കുന്ന വേസ്റ്റ് ലാൻഡ് പോലെ കരുതിയിട്ടാണ് കൊടുത്തത്. ബിക്കോസ് അത് എന്തല്ല, ഇൻഹാബിറ്റഡ് പ്ലേസ് അല്ല, മനുഷ്യന്മാർ താമസിക്കുന്നില്ല. ഐസ്ബർഗ് ആണ്, മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അമേരിക്ക റഷ്യയും അടുത്താണെന്ന്. കാരണം അമേരിക്കയുടെ മാപ്പിൽ നോക്കിയാൽ കാണാം, അമേരിക്കയുടെ തൊട്ടപ്പുറത്ത്, അമേരിക്ക എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയാണ് പറയുന്നത്, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമല്ല. നോർത്ത് അമേരിക്കയുടെ തൊട്ട് വെസ്റ്റ് സൈഡിലായിട്ട് റഷ്യയുടെ അറ്റം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് കാണാം. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അവിടെയാണ് അലാസ്ക കിടക്കുന്നത്. അപ്പൊ അലാസ്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ്. അമേരിക്കയുടെ സ്റ്റേറ്റുകളിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് അലാസ്ക, പക്ഷേ ജനസംഖ്യ ഇല്ലാത്തതുമായ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ അമേരിക്കയ്ക്ക് ആദ്യകാലങ്ങളിൽ റഷ്യ വിചാരിച്ചു ഇത് അമേരിക്കയ്ക്ക് കൊടുക്കാം, കാരണം പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത വേസ്റ്റ് ലാൻഡ്. പക്ഷെ സംഭവിച്ചത് അമേരിക്ക അതിനെ മാറ്റിയെടുത്തു. അമേരിക്ക അവിടെ നിന്ന് റിസോഴ്സുകൾ കുഴിച്ചെടുത്തു, ടെക്നോളജി യൂസ് ചെയ്തു. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറി. സോ അലാസ്ക ബിക്കെയിം വൺ ഓഫ് ദ മേജർ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. അപ്പൊ അത് ഇത്രയധികം അമേരിക്കൻ ഇക്കോണമിയിലേക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കൂടിയായിട്ട് അലാസ്ക മാറി. അപ്പൊ ഇപ്പോ ആക്ച്വലി അത് റഷ്യക്ക് ഒരു നഷ്ടമായിട്ടും ചിന്തിക്കുന്നുണ്ടാവാം. കാരണം അവിടെ നിന്ന് അത്രയധികം ഓയിൽ അല്ല, ആക്ച്വലി കൂടുതലുള്ള ഗ്യാസ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് ഷെയിൽ ഗ്യാസ്. സോ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഈ എക്സസൈസിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു എക്സസൈസ് നടന്നു. അതിന്റെ പേരാണ് എക്സസൈസ് റെഡ് ഫ്ലാഗ് 2024. സോ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് റെഡ് ഫ്ലാഗ് ഈസ് എ പ്രീമിയർ എയർ ടു എയർ കോമ്പാറ്റ് ട്രെയിനിങ് എക്സസൈസ് ദാറ്റ് serves as an advanced aerial combat training event for the air forces of the United States of America and its allies. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നടത്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സ്ഥലമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അമേരിക്കയാണ് അതിൻ്റെ മെയിൻ ആള്. ദെൻ the 2024 edition was conducted in Nellis Air Force Base, Nevada, and Eglin Air Force in Alaska. സോ അലാസ്കയിൽ അപ്പോൾ അവരെന്ത് സ്ഥാപിച്ചിട്ടുണ്ട്? എയർബേസ് അവർക്ക് ഉണ്ട്. അതാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ ആൻഡ് Red Flag exercise known as most realistic air combating exercise training, where fighter flights refine skills against numerous targets, authentic threats and adversary forces. So എയർഫോഴ്സിന്റെ ഒരുപാട് ഇത്തരത്തിലുള്ള എന്ത് നടക്കുന്നുണ്ട്, എക്സസൈസുകൾ നടക്കുന്നുണ്ട്. അത്ര വലിയൊരു എക്സസൈസ് ആയിട്ട് ഇതിനെ പറയുന്നില്ല എങ്കിൽ പോലും ഇപ്പോ വളരെ ലേറ്റസ്റ്റ്, ഇപ്പോ ഇന്ന് ജാനുവരി 16 ആണ്. ഓക്കെ, ഇന്ത്യൻ ഡിഫൻസിലെ ഒരു വിഭാഗത്തിന്റെ ദിനമായിരുന്നു ഇന്നലെ. ഏതിന്റെയാണ്? ഇന്ത്യൻ ഡിഫൻസ്, പാർട്ട് ഓഫ് ഇന്ത്യൻ ഡിഫൻസ്. ഏതിന്റെ ദിനമാണ് ഇന്നലെ? ആർമി. യെസ്, ഓക്കെ, ആർമിയുടെ ആണ്. യെസ്, അപ്പോ ആർമി ഡേ ആണ്. എന്നാണ് എയർഫോഴ്സ് ഡേ വരുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ് ഡേ, എനി ഐഡിയ? ഒക്ടോബറിലല്ലേ? ഇപ്പോ ഓക്കെ, ഒക്ടോബറിലാണെങ്കിൽ വേറൊരു ചോദ്യം, എന്നാണ്? ഓക്കെ, മൂന്നും കൂടി ഒരുമിച്ച് അപ്പോ പറയാം. അതായത് നേവിയുടെ എന്നാ വരുന്നത്? നേവി ഡിസംബർ
ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെല്ലാം ഇപ്പോൾ നേവിയുടെ ആണെങ്കിൽ അതിന് സ്റ്റോറി ഉണ്ട്. ആൻഡ് കളൊക്കെ ഉണ്ട്. അപ്പോൾ എയർഫോഴ്സിന്റെ കോൺസെപ്റ്റിൽ ഒക്ടോബറിലാണ്, കറക്റ്റ് ഒക്ടോബർ 8 മറ്റേത് ഡിസംബറിലാണ്, ഡിസംബർ 4. അപ്പോൾ ഇത് മൂന്നും കിടക്കുന്നത് വളരെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ജനുവരി, ഒക്ടോബർ, ഡിസംബർ, സോ വളരെ ഗ്യാപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് പറയാൻ കാരണം എയർഫോഴ്സിന്റെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു എക്സസൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം, അതായത് ഇത് അഡീഷണലി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ എയർഫോഴ്സിന്റെ എന്താണ് ചോദിക്കുക, നമ്മുടെ ടൈറ്റിൽ ഉണ്ടല്ലോ, അതായത് ക്യാപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? എയർഫോഴ്സിന്റെ മോട്ടോ ഓരോ ഡിഫൻസ് ഫോഴ്സുകൾക്കും ഉണ്ട്, എങ്കിലും എയർഫോഴ്സ് മോട്ടോ ഓക്കെ, ടച്ച് ദ സ്കൈ എന്ന് പറയുന്നുണ്ട്. അതിനൊരു വേർഡ് ഉണ്ട്, അതായത് ടച്ച് ദ സ്കൈ എന്നുള്ള ആക്ച്വലി അതിന്റെ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷനിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അതിനൊരു സാൻസ്ക്രിറ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അത് നോക്കിയാൽ മതി. നഭസ്തദീപ്തം എന്ന് പറയുന്നതാണ്. പിന്നെ അതായത് ആകാശം തന്നെയാണ് അതിന്റെ കോൺസെപ്റ്റ്. പിന്നെ ഇതുപോലെ നേവിക്ക് ഉണ്ട് ശംനോവരുണ. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈറ്റിൽസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. എയർഫോഴ്സിനുണ്ട്, ആർമിക്ക് ഉണ്ട്, പിന്നെ ഇന്ത്യയിലെ ഓരോ പാരാമിലിറ്ററി ഫോഴ്സുകൾക്കും ഉണ്ട്. ഓക്കെ, NSGക്ക് ഉണ്ട്. സോ SSB, അതായത് SSB എന്ന് പറഞ്ഞാൽ സശസ്ത്ര സീമാ ബൽ. സോ ഇങ്ങനെ ഓരോ ഡിഫൻസ്, CRPFന്, CISFന്, ഇങ്ങനെ ഓരോന്നിനും എല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ അത് എല്ലാതും ഓക്കെ, മേ ബി നമുക്കത് എളുപ്പമാവണമെന്നില്ല. അതായത് ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യൻ ഇത് കോടതിയുടെ ചോദിച്ചാൽ ഇപ്പോൾ എന്താണ് സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. ഇതുപോലെ എല്ലാത്തിനും ഓരോ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിഫൻസിൽ ഓരോന്നിനും വേറെ വേറെ തന്നെയാണ്. സോ നെക്സ്റ്റ് വരുന്ന ഒരു ടേമാണ് പ്രോ ടേം സ്പീക്കർ. നമ്മൾ ഈ സ്പീക്കറെ കുറിച്ച് പറഞ്ഞ സമയത്ത് പ്രോ ടൈം സ്പീക്കറെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ പ്രോ ടൈം സ്പീക്കർ എന്ന് പറഞ്ഞാൽ? സ്പീക്കർ എന്നൊരു ടേം നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോ ടൈം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്, എപ്പോഴാണ്, എവിടെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് എന്താ? നിയമിക്കുന്ന വ്യക്തി. ഓക്കെ, സ്പീക്കറെ നിയമിക്കുന്നത് അപ്പൊ എപ്പോഴാ? ഓക്കെ, അതായത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ആളാ? അതായത് എവിടെയാണ് ആള് ഇരിക്കുന്ന സ്ഥലം? ലോകസഭ, യെസ്. അപ്പോ രാജ്യസഭയുടെ ഹെഡിനെ വിളിക്കുന്ന പേര്? രാജ്യസഭയുടെ ഹെഡിനെ ഒരു പേര് വിളിക്കും, അതായത് രാജ്യസഭയുടെ സ്പീക്കർ അല്ല. രാജ്യസഭ സ്പീക്കർ എന്നുള്ള ടേം ഇല്ല. സ്പീക്കർ എന്ന വാക്ക് പറഞ്ഞാൽ അത് നമുക്ക് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ആണ്, അതായത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ലോക്സഭയാണ്. പിന്നെയുള്ളത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റുകളിലുണ്ട്. ഇപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ ഉണ്ട്. പാർലമെന്റിലാണെങ്കിൽ ലോക്സഭ, രാജ്യസഭയുടെ ചെയർമാൻ, ഓക്കെ, ചെയർമാൻ ആണ്. സോ രാജ്യസഭ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? രാജ്യസഭ ചെയർമാൻ എന്ന് പറയുന്ന പൊസിഷൻ വഹിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ഓക്കെ, അറിയാലോ. ഇപ്പോഴത്തെ രാജ്യസഭ ചെയർമാൻ ആരാ? അപ്പോ ഇപ്പോഴും ഒരേ പൊസിഷനാണ്, ഒരാളാണ് ഉണ്ടാവുക. ഒരാൾ എന്ന് പറഞ്ഞാൽ വേറൊരു പൊസിഷൻ വഹിക്കുന്ന ആളാ. ആരാണ്? വൈസ് പ്രസിഡന്റ് അല്ലേ? യെസ്, വൈസ് പ്രസിഡന്റ് ആണ്. യെസ്, കറക്റ്റ്. വൈസ് പ്രസിഡന്റ് ആണ് എപ്പോഴും രാജ്യസഭ ചെയർമാൻ ആയിരിക്കുക. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാ? ജഗദീപ് ഒരു പേരായിട്ട്. യെസ്, ഓക്കെ, ജഗ്ദീപ് ധൻകർ. ഓക്കെ, ജഗ്ദീപ് ധൻകർ. സോ ഈ ചോദ്യങ്ങളിൽ അതാണ് പ്രത്യേകത വരിക. ഇപ്പൊ രാജ്യസഭ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര്, അതായത് വൈസ് പ്രസിഡന്റ് ആര് എന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ബട്ട് അതർവൈസ് അത് ചോദ്യം വരിക ചിലപ്പോ ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ്, ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് വേറെ ഏതോ ഒരാളാണ്, അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓക്കെ, സോ ഇവിടെ
അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക് പ്രോ ടേം സ്പീക്കർ ആണ്. സോ പ്രോ ടേം സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ നടക്കും 5 വർഷം കൂടുമ്പോൾ ലോക്സഭയിലേക്ക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇലക്ഷൻ 2024 കഴിഞ്ഞു. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞാൽ വരുന്നത് ഒരു പുതിയ സഭയാണ്. അതായത് ലോക്സഭയുടെ പ്രത്യേകത 5 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ആ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞാൽ എന്താവുന്നു, ഇലക്ഷനിലേക്ക് പോകുന്നു. അപ്പൊ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യും, പിരിച്ചുവിടും. പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ആരും പിന്നെ ഇല്ല, എല്ലാവരും എന്തായി, റിസൈൻഡ് ആയി. പിന്നെ അടുത്ത ഇലക്ഷൻ ഈ പറഞ്ഞ പോലെ 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷനിൽ പുതിയ MP-മാര് സെലക്ട് ചെയ്യപ്പെടുകയാണ് ലോക്സഭ ഇലക്ഷനിലേക്ക്. അത് ചിലപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിക്കാൻ നിന്നവർ തന്നെ ഇത്തവണയും നിൽക്കാം, അവർ വീണ്ടും ജയിച്ചു വരാം. സോ അങ്ങനെ സംഭവിക്കാം. അല്ലാതെ എപ്പോഴും എന്താവണമെന്നില്ല, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇത്തവണ MP-മാരാവാന്ന് നിർബന്ധമൊന്നുമില്ല, പുതിയ ആൾക്കാരും വരാം. അപ്പൊ ലോക്സഭ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്രഷ് ആണ്, ഓൺലി ഫോർ 5 years. സോ ദേ ആർ ഓൾവേസ് ഫ്രഷ് എന്ന് പറയാം. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടീമാണ് ആക്ച്വലി എപ്പോഴും ലോക്സഭ. സോ ഇതിലേക്ക് വരുമ്പോൾ അപ്പോൾ എന്ത് വേണം, ഈ ലോക്സഭ പ്രൊസീഡിങ്സ് നടത്താനായിട്ട് ഒരു പുതിയ സ്പീക്കറെ വേണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോസിബിൾ അല്ല. കാരണം വന്ന MP-മാർക്ക് എന്ത് ചെയ്യണം, അവരുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവും, ഓത്ത് ടേക്കിംഗ് സെറിമണി ഉണ്ടാവും. അതുപോലെ തന്നെ അവരെല്ലാം വന്ന് അവർക്ക് റൂൾസ് ആൻഡ് പ്രൊസീഡിങ്സ് പറഞ്ഞു കൊടുക്കലുണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങൾ നടത്താനുണ്ടാവും. ഇത് നടത്താൻ എന്ത് വേണം, ഒരു ഹെഡ് ഓഫ് ദ ലോക്സഭ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി വെക്കും. അയാളുടെ പേരാണ് ഈ പറയുന്ന പ്രോ ടേം സ്പീക്കർ. താൽക്കാലികമായിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഏറ്റവും മുതിർന്ന, അതായത് സഭയിൽ ഏറ്റവും മുതിർന്ന അംഗം, അതായത് ഏറ്റവും കൂടുതൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട അംഗം എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കാറുള്ളത്. അപ്പൊ അത് ഏത് പാർട്ടിയുടെ വ്യക്തിയും ആവാം, സഭയിലുള്ളത് ആരാണോ അയാൾ എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് പ്രോ ടേം സ്പീക്കർ. സോ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതും. ആർട്ടിക്കിൾ 94 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് whenever the house of the people dissolved, the speaker shall not vacate house until immediately before the first meeting of the house, the people after the dissolution. So അവിടെ പറയുന്നു സ്പീക്കറെ പിന്നെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ഈ പ്രോട്ടം സ്പീക്കറുടെ നേതൃത്വത്തിൽ ഒരു എന്ത് വിളിക്കുന്നു, സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തും. അപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് 2 പാർട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടാവാം, മിക്കവാറും ഉണ്ടാവും. അതായത് ഒരു മെജോറിറ്റി കിട്ടിയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയും ദെൻ ഓപ്പോസിഷൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഉണ്ടാവാം. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു, ഈ 2 പാർട്ടികളുടെയും 2 വിഭാഗങ്ങളുടെയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അതിൽ നിന്ന് അത് MP-മാരായിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരിക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് സ്പീക്കർ ആവുന്നു. ദെൻ ആ സ്പീക്കർ ചാർജ് എടുക്കുമ്പോൾ പ്രോ ടേം സ്പീക്കർ എന്താവുന്നു, അവിടെ സ്ഥാനമൊഴിയാണ്. സോ അതാണ് അതിന്റെ കോൺസെപ്റ്റ് ഉള്ളൂ. ഓക്കെ, സോ പിന്നെ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് MP-മാര് ഓത്ത് എടുക്കുന്നത്. അതായത് ആഫ്റ്റർ ദ പ്രൈം മിനിസ്റ്റേഴ്സ് അപ്രൂവൽ, ദ കൺസെന്റ് ഓഫ് ദീസ് മെമ്പേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, മിനിസ്റ്റർ then submits a note to the president seeking approval for the appointment of speaker pro tem and other 3 members. So ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, then നെക്സ്റ്റ് ഒരു കഴിഞ്ഞ ബഡ്ജറ്റിൽ, ആക്ച്വലി അത് കഴിഞ്ഞ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിലല്ല, ഈ വർഷം ആക്ച്വലി 2024 ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. സോ 2024 2 ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതായത് 2 ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനുവരി അല്ല, ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന ബഡ്ജറ്റിന്റെ പ്രത്യേകത ഇലക്ഷന് തൊട്ട് മുൻപുള്ള ബഡ്ജറ്റ് ആയിരുന്നു. അപ്പോൾ അത്തരം ബഡ്ജറ്റുകളെ വിളിക്കുക വോട്ട് ഓൺ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് ആയിരുന്നത്, വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് കംപ്ലീറ്റ് ബഡ്ജറ്റ് അല്ല, ഒരു പ്രപ്പോസൽ പോലെ വെക്കുന്നു. പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ബിക്കോസ് ഇലക്ഷനിൽ തോറ്റാൽ വേറെ പാർട്ടി വരുന്നു, ജയിച്ചാലും എന്താവുന്നു, ബഡ്ജറ്റിൽ മാറ്റം വരാം. അപ്പൊ അതുകൊണ്ട് സോ ഇറ്റ് ഈസ് നോൺ ആസ് ഓൺലി ആസ് എ വോട്ട് ഓൺ അക്കൗണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റും പ്രൈം മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും സെയിം തന്നെയായിരുന്നു. ബട്ട് അവിടെ ചില പോളിസികളിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല മുൻപ് പറഞ്ഞ ചില പ്രപ്പോസലൊക്കെ അതേപോലെ തന്നെ നിലനിർത്തി. എന്നാൽ ചില സംഭവങ്ങൾ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തു, പുതിയൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗവൺമെന്റ് വന്ന ശേഷം.
അപ്പോൾ അതിലെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത് amid a sharp decline in funding for startups and consequent job losses, Indian Incorp has sought and removal of angel tax. That has been a subsequent heated debate between the industry and the government ever since the scope of the controversial tax was expanded in Finance Bill 2023. So ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് Confederation of Indian Industries in its union budget recommendations on Tuesday suggested the removal of section 56(2) of the Income Tax Act, colloquially known as the angel tax, starting that the step would greatly aid capital formation in the country. ഇപ്പോൾ ഈ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു. അത് എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എഴുതുകയാണ്. 2022 കൊണ്ടുവന്നതാണ് ജനറേഷൻ ടു യൂസ് ഓഫ് അൺഅക്കൗണ്ടഡ് മണി ത്രൂ ദ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഓഫ് എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി അറ്റ് എ വാല്യൂ ഹയർ ദാൻ ദ ഫെയർ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഏഞ്ചൽ ടാക്സ് വിച്ച് ഈസ് ഇൻകം ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 30.6% ഈസ് ലെവിഡ് വെൻ ആൻ അൺലിസ്റ്റഡ് കമ്പനി ഇഷ്യൂസ് ഷെയർസ് ടു ആൻ ഇൻവെസ്റ്റർ അറ്റ് ദ പ്രൈസ് ഹയർ ദാൻ ഈസ് ഫെയർ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതൊരു അൺലിസ്റ്റഡ് കമ്പനി ഷെയർ ഇറക്കുകയാണെങ്കിൽ അത് കൊടുക്കുമ്പോൾ അതിന് മുകളിൽ ചെലുത്തുന്ന ടാക്സ് ആണ് 30% ടാക്സ്. അപ്പൊ അതൊരു വലിയ ടാക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ ആക്ച്വലി അത് ഇറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺലി ഓൺ ദ റെസിഡന്റ് ഇൻവെസ്റ്റർ. പക്ഷെ അതിന്റെ പ്രത്യേകത ഇത് പിന്നീട് നോൺ റെസിഡന്റ് ഇൻവെസ്റ്റേഴ്സിന്റെ മുകളിലേക്കും ചുരുത്തപ്പെട്ടു. അപ്പൊ അതായത് അപ്പോൾ അങ്ങനെ ടാക്സ് കൂടുതൽ ചുമത്തപ്പെട്ടപ്പോൾ സംഭവിച്ചത് ഇൻവെസ്റ്റേഴ്സ്, അതായത് എപ്പോഴും ഇന്ത്യയിൽ പ്രത്യേകത, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെയുള്ള പ്രത്യേകത, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി എന്നുള്ള ഒരു അപ്രോച്ച് വെച്ചില്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എന്ത് വരില്ല, പണം വരില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ഓഹരി വിപണിയുണ്ട്. അപ്പോൾ ഈ ഓഹരി വിപണിയിൽ കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇത് ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, ആസ് ആൻ സേവിങ്, ഇതിനൊക്കെ ചിന്തിക്കുന്ന പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഓർ സാധാരണ നമ്മൾ പറയുന്ന ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സാധാരണ വ്യക്തികൾ മുതൽ കമ്പനികൾ മുതൽ കോർപ്പറേറ്റ്സ് വരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകത, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും പറയുന്നത് അമേരിക്ക പോലെയുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അമേരിക്കയിൽ സ്വന്തം ഫണ്ടിന്റെ നല്ലൊരു ശതമാനവും അവിടുത്തെ സാധാരണക്കാർ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അവരുടെ പണത്തിന്റെ, അല്ലെങ്കിൽ പണത്തിന്റെ ഒരു വളർച്ചയുടെ എന്താണ് രഹസ്യം എന്ന് പറയുന്നത്. ബട്ട് അവിടെ ഇഷ്യൂം വരാറുണ്ട്. മാർക്കറ്റ് ഇടിഞ്ഞാൽ, അതായത് എപ്പോഴെങ്കിലും ലോകത്തിൽ റിസെഷൻ ഒക്കെ വന്നാൽ എല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 2008 വന്ന ഒരു റിസെഷൻ. 2008 അമേരിക്കയിൽ വന്ന ഒരു റിസെഷൻ ഉണ്ടായി. അതായത് അന്ന് സാമ്പത്തിക മാന്ദ്യം, പൂർണ്ണമായിട്ടും എക്കോണമി തകർന്നു. അമേരിക്ക പൊളിഞ്ഞതോടുകൂടി ഇന്ത്യൻ കമ്പനികളും ഇന്ത്യയിലേക്കൊക്കെ ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായി. പക്ഷെ ഇന്ത്യയിൽ വലിയ ഇഷ്യൂ ഇല്ലാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരുവിധം പിടിച്ചു നിന്നു. അപ്പൊ അതിന് കാരണം പറഞ്ഞത് ബാങ്കിങ് ഇൻഡസ്ട്രി വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയിൽ. ബാങ്ക്സ് എല്ലാം വളരെ സ്ട്രോങ് ആയിരുന്നു. അതിനൊരു കാരണം ഇന്ത്യൻസ് ഹാവിങ് എ ഹാബിറ്റ് ഓഫ് സേവിങ്. ഓക്കെ, അതായത് ഇന്ത്യക്കാർക്കുള്ളൊരു ഹാബിറ്റാണ് സേവിങ് എന്ന് പറയുന്നത്. അത് ലോകത്തിൽ ഇപ്പൊ അമേരിക്കയ്ക്കൊന്നും ഇല്ല. അമേരിക്കയിലെ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നവരൊന്നും സേവിങ്ങിലല്ല അവര് നോക്കുന്നത്. ദേ ഇൻവെസ്റ്റ് ആൻഡ് എന്ത് ചെയ്യുന്നു, ടേക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റ്, അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പണം എടുക്കുന്നു, അടുത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സാധനം പോലും സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോർ ഡേ ടു ഡേ ലൈഫ്. അവര് ഈ കാശ് ഇറക്കിയിട്ടുള്ളത് സേവിങ് ആയിട്ടല്ല. അത് അതായത് അത് അന്നന്നത്തെ ജീവിതം ജീവിച്ചു പോകാനായിട്ട് എന്ത് കൂടിയേ തീരൂ, ഇൻവെസ്റ്റ്മെന്റ് കൂടിയേ തീരൂ. ബട്ട് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സേവിങ് ആയിട്ടാണ് കരുതുന്നത്. നമ്മൾ കിട്ടുന്ന കാശിന്റെ കുറെ ശതമാനം പലതിലും സൂക്ഷിച്ചു വെക്കുന്നു, കുറെ കാലത്തേക്ക് വേണ്ടി, 10 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 20 കൊല്ലം 30 കൊല്ലം ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു അഡ്വാൻസ്മെന്റ് ആണത്. പക്ഷെ അമേരിക്കൻ ഇക്കോണമി അങ്ങനെയല്ല എന്നുള്ളതാണ്. അമേരിക്കൻ ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് രാജ്യങ്ങളിലെല്ലാം പ്രത്യേകത, സാധാരണക്കാർക്ക് പണം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയും ജീവിത ചെലവുണ്ട്, വരുമാനം പോരാ. ഇപ്പോൾ ഇന്ത്യയിലായാലും നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ എന്നാൽ സ്റ്റിൽ വി ആർ ലിവിങ്.
ഓക്കെ, ഇന്ത്യയിൽ ചെലവ് അത്രയില്ല മറ്റുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ വളർച്ച വരുന്നതിനനുസരിച്ച് ഇനി കാണാം ഭാവിയിൽ നിങ്ങൾ എന്താണ് ഇന്ത്യൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്ത് വരുന്നുണ്ട്, GDP ഗ്രോത്ത് റേറ്റ് വരുന്നുണ്ട്. GDP ഗ്രോത്ത് വരുമ്പോൾ സംഭവിക്കുന്നത് ഭാവിയിൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ദ ഇക്കോണമി വിൽ ബൂസ്റ്റ്. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, പർച്ചേസിങ് പവർ കൂടും അല്ലെങ്കിൽ കൂടണം. സോ ദ കോസ്റ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പൊ ചെലവും കൂടും. ഓക്കെ, ഇനി ഭാവിയിൽ നമുക്ക് ചെലവുകൾ കുറയുന്നതായിട്ട് കാണില്ല ഒരിക്കലും. ഈ സാധനങ്ങൾ ഇന്നുണ്ടായിരുന്നൊരു ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വില 10 ഉള്ളത് 4 ആയി 3 ആയി അങ്ങനെ കാണില്ല. ഓൾമോസ്റ്റ് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, ഓക്കെ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളാണ് പറയുന്നത്, അതിൽ നല്ലൊരു ശതമാനം സാധനങ്ങളുടെയും വില കൂടുകയേ ഉള്ളൂ. അപ്പൊ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ എന്തിലും വർധനവ് വരും, അല്ലെങ്കിൽ വർധനവ് വരണം ശമ്പളത്തിലും. അതാണ് സംഭവിക്കുക. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും. സോ ഇവിടെ ഇത് ഈ ഏഞ്ചൽ ടാക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഏഞ്ചൽ ടാക്സ് വാസ് ബേസ്ഡ് ഓൺ ദ സിസ്റ്റം ഓഫ് കോർപ്പറേറ്റ്സ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഇപ്പൊ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ? ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. ഓക്കെ, സോ നിർമ്മല സീതാരാമൻ വിൽ ഇൻട്രൊഡ്യൂസ് ദ ബഡ്ജറ്റ് 2025. ഓക്കെ, അതായത് ഇനിയിപ്പോ ബഡ്ജറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോ ബഡ്ജറ്റ് എന്നാണ് അവതരിപ്പിക്കുക? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ഡേറ്റ് എല്ലാ വർഷവും ഇപ്പോൾ ഒരേ ദിവസമാണ്. എന്നാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാറ്? ബഡ്ജറ്റ് ഡേ എന്ന ഇപ്പൊ അതിന്റെ സെഷൻ ആരംഭിക്കും. ബഡ്ജറ്റ് സെഷൻ ഉടനെ ആരംഭിക്കാൻ പോവാണ്. അപ്പോ എന്നാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുക? എനി ഐഡിയ? ഫെബ്രുവരിയിലാണ്. യെസ്, ഫെബ്രുവരി 1. ഓക്കെ, ഫെബ്രുവരി 1 എല്ലാ വർഷവും അവതരിപ്പിക്കാറ്. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ഒന്നുമില്ല, അങ്ങനെ ഒരു റൂളൊന്നുമില്ല, ഒരു സിസ്റ്റം. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 കൊല്ലങ്ങളായിട്ട് അവർ ഫോളോ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിലാണ്. ഫെബ്രുവരി 1 ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ ഉള്ള പ്രത്യേകത അറിയാമല്ലോ. ഇപ്പോൾ ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ തന്നെയാണ് എല്ലാ ബഡ്ജറ്റും. മുൻപ് 2 ബഡ്ജറ്റുകൾ ഉണ്ടായിരുന്നു, റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെങ്കിൽ നോർമൽ ബഡ്ജറ്റ്, ജനറൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം അതാണ്. അതായത് ബഡ്ജറ്റ്. ഓക്കെ, നിങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം അല്ലെങ്കിൽ അത് സെഷൻ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ബഡ്ജറ്റുകളുടെ ബഡ്ജറ്റ് സെഷൻ? അതായത് ബഡ്ജറ്റ് സെഷൻ കണ്ടിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ അത് അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതൊരു ഇറ്റ് ഷുഡ് ബി എന്താണ് വാച്ചബിൾ എന്ന് പറയാം. അത് കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ കാണുന്നത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ബഡ്ജറ്റ് മനസ്സിലാക്കാൻ കുറച്ച്, പിന്നെ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ഒക്കെ പിന്നീട് നമുക്ക് PDF ആയിട്ടോ ഒക്കെ എല്ലായിടത്തും വരും. ബട്ട് ആ പ്രൊസീഡിങ് സമയത്ത് അവർ പറയുന്നത് ദെൻ എന്തൊക്കെ അവർ പറയുന്നുണ്ട്, അപ്പോൾ അതിലെല്ലാം വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതെല്ലാം ഡിജിറ്റൽ ബഡ്ജറ്റ് ആണ്. ബിക്കോസ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഇൻ ടാബ്. ഓക്കെ, അപ്പോൾ ടാബിലാണ് അവതരിപ്പിച്ചത് കഴിഞ്ഞോണൊക്കെ. അപ്പോൾ പേപ്പർ ഫോമിൽ അവതരിപ്പിക്കുന്ന രീതികൾ കുറച്ചു. പിന്നെ മാത്രമല്ല, അത് പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാം വായിക്കുന്നൊന്നുമില്ല, ബാക്കിയെല്ലാം PDF-കളും യു ക്യാൻ അവൈൽ ഓൺ വെബ്സൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പ്രത്യേകത, ഈ ബഡ്ജറ്റിൽ തന്നെ പല പല സെക്ഷനുകൾ ഉണ്ട്. അതിൽ മണി ബിൽ, ഫിനാൻസ് ബിൽ എന്ന് പറയുന്ന 2-3 പോർഷൻ ആയിട്ടാണ് അവതരിപ്പിക്കുക. അപ്പൊ അതിൽ തന്നെ ചെലവുകളും വരവുകളും ഒക്കെ പറയും. എക്സ്പെൻഡിച്ചർ വരും, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസീറ്റ് പറയും. അതായത് ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത് വരവ് ചെലവുകളുടെ ഒരു കാറ്റഗറൈസേഷൻ ഒക്കെയാണ്. അത് നമുക്ക് അതിന്റെ ബഡ്ജറ്റ് സെഷൻ വരുമ്പോൾ പറയാം. എന്തായാലും ബഡ്ജറ്റ് സെഷൻ ഉടനെ വരും. അപ്പോൾ ബഡ്ജറ്റ് സെഷനെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക എന്താണ് നമുക്ക് ഇതിലെ ക്ലാസ്സുകളിൽ പറയുമ്പോൾ തന്നെ പറയാം. ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബഡ്ജറ്റ് എന്തായാലും മോസ്റ്റ്ലി ഉള്ള ദിവസം കാണാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ കമ്മീഷൻ ഹാസ് പ്രപ്പോസ്ഡ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് ഓൺ ഇന്ത്യൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മാനുഫാക്ചേഴ്സ്. അപ്പോൾ ഇതിന്റെ ഈ ഒരൊറ്റ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റും. യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മീഷൻ വിച്ച് കൺട്രോൾസ് ദ ട്രേഡ് ആക്ടിവിറ്റീസ് ആൻഡ്
മോസ്റ്റ്ലി ട്രേഡ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഓതറൈസേഷൻ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യാം, സാധനം വാങ്ങണോ വിൽക്കണോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തണോ, ഇതൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെ യൂറോപ്പിലേക്ക് ഉള്ള വരവുകളും ചെലവുകളും എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്, യൂറോപ്യൻ കമ്മീഷൻ. അപ്പോൾ ഇവര് പറയുന്നതാണ് ഹാസ് പ്രപ്പോസ്ഡ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഓൺ ഇന്ത്യൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മാനുഫാക്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡംപ് ചെയ്യുക, അതായത് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പോലെയാണ് ആക്ച്വലി. അതായത് ഡംപിംഗ് പൊതുവെ ചൈന മുൻപ് ആദ്യകാലങ്ങളിൽ അത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതിന് മുകളിൽ ഇന്ത്യ ഇതുപോലെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ആന്റി ഡംപിംഗ് എന്ന് പറഞ്ഞാൽ, ഡംപിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് എന്ത് ചെയ്യാം, അവിടേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ മാർക്കറ്റിലേക്ക് കോടിക്കണക്കിന് ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഡംപ് ചെയ്യാം. അപ്പൊ ഡംപ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ കൊണ്ടുപോയി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും അത് വിലക്കുറവിൽ കൊടുക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന പേരിൽ ഒരു ഡ്യൂട്ടി ചുമത്തിക്കൊണ്ട് അതിന്റെ ഇമ്പോർട്ടിനെ എന്ത് ചെയ്യുക, നിരുത്സാഹപ്പെടുത്തുക. സോ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി കൊടുത്ത് പ്രപ്പോസ് അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഒന്ന് അതിനെ തടയും, അതായത് അതിന്റെ ഇമ്പോർട്ട് കുറയും. വേറൊന്ന് അത്തരം കമ്പനികളെ എന്ത് ചെയ്യാം, പ്രപ്പോസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് if implemented the duties would increase the cost of Indian OFC exports, potentially limiting their competitiveness in the European market. India exported nearly 39,600 crore worth of OFC into the for being Europe's major destination. So യൂറോപ്പിലേക്ക് അത്രയും അധികം OFC അയച്ചിട്ടുണ്ട്. അപ്പോൾ OFC ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കി അയക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ അറിയാലോ OFC എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് OFCകൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. അപ്പോൾ ഇതിൽ EU ഈസ് ദിസ് ക്രൂഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ദ യൂറോപ്യൻ യൂണിയൻ. ഇറ്റ് സെർവ് ദി EU's എക്സിക്യൂട്ടീവ് ആം. ഓക്കെ, അപ്പോൾ EU ആണ് ഇതിൽ കൺട്രോൾ എടുക്കുന്ന ഒരു സംഘടന. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് കൃഷി സഖി കൺവർജൻസ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഇത് ഒരു എന്താണ്, ലക്പതി ദീദി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് സർട്ടിഫിക്കേഷൻ കോഴ്സ് അലൈൻസ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലക്പതി ദീദി. ലക്പതി ദീദി എന്ന് പറഞ്ഞ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ ഒരു സ്കീമാണ് കൃഷി സഖി. അപ്പൊ പേരിൽ തന്നെ അറിയാം, സഖി എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് മോസ്റ്റ്ലി എന്തായിരിക്കും, വുമൺ ഫ്രണ്ട്ലി അല്ലെങ്കിൽ വുമൺ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സ്കീം അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം. അപ്പൊ ഇവിടെ വുമൺ സഖി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് the Prime Minister of India granted certificates to over 30,000 women from self-help groups as Krishi Sakhis under the Krishi Sakhi Convergence Program. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കുടുംബശ്രീ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അതായത് സ്വയം സഹായ സംഘം എന്ന് പറയുന്നതിന്റെ ഷോർട്ട് അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. അപ്പൊ ഈ SHG എന്നുള്ള പേരിൽ ഇവരെന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. അപ്പൊ ഇത് ഫോം ചെയ്യാൻ കാരണം ഇത് ഒരു പദ്ധതിയുടെ കീഴിലാണ് കൃഷി സഖി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഏത് പദ്ധതി? കൃഷി സഖി കൺവർജൻ പ്രോഗ്രാം. അപ്പൊ ഇത് വരുന്നത് ലക്പതി ദീദി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ കീഴിലാണ്. ലക്പതി ദീദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് അടുത്ത ഉടനെ തന്നെ, അതായത് എന്താണ്, അധികം വൈകാതെ തന്നെ വിത്തിൻ 1 ഇയർ ഒക്കെയാണ് അത് പറയുന്നത്. 3 കോടി ലക്പതി ദീദികൾ ഉണ്ടാക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് അണ്ടർ ലക്പതി ദീദീസ് പ്രോഗ്രാം എയിം ഈസ് ടു ക്രിയേറ്റ് 3 crore ലക്പതി ദീദീസ്, 1 dimension of which കൃഷി സഖി. അപ്പോൾ 3 കോടി ലക്ഷാധിപതികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് സ്ത്രീകളായ ലക്ഷാധിപതികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന സ്കീമാണത്. അപ്പൊ അതിലൂടെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രാമങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രാമങ്ങളിൽ നിന്നുള്ള ലക്ഷാധിപതികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സ്കീം. അപ്പൊ ഇതിന് കൃഷിയും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇവിടെ നെക്സ്റ്റ് പേജിൽ നോക്കാം.
ഓക്കെ, അത്രേ ഉള്ളൂ, ഇതിൽ അത്രേ ഉള്ളൂ. സോ ലക്പതി രീതി. നെക്സ്റ്റ് ഓക്കെ. സോ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിൽ എഴുതിയിട്ടുള്ള പോയിന്റ് 24 എഡിഷൻ. ഓക്കെ, ഇത് ഇപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ. സോ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഓക്കെ, ഇത് പറയുമ്പോൾ ഇതിന് മുൻപ് ചോദിക്കാനുള്ളത് വെദർ യു ഫീൽ ഓർ വെദർ യു ഹാവ് എനി ഒപ്പീനിയൻ ഓൺ ജെൻഡർ ഗ്യാപ്പ്. അതായത് ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? എന്താണ് അഭിപ്രായം? ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഉണ്ടോ? അത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇൻ ദ സൊസൈറ്റി അത് കാണുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? അപർണ, ഹരിപ്രിയ, സൂരജ്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ. Yes, sir, ഉണ്ട്. ഓക്കെ, ജെൻഡർ ഗ്യാപ്പ് ഉണ്ട്. വേറെ ഓക്കെ, ഒരാളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഓക്കെ, ബാക്കിയുള്ളവരുടെ അത് കുറച്ചും കൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് ആർക്കെങ്കിലും പോയിന്റുകൾ? ജെൻഡർ ഗ്യാപ്പ് ഇഷ്യൂസ്. ഓക്കെ, ജെൻഡർ ഗ്യാപ്പ് എന്നുള്ളതാണ് നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന വാക്ക് പോലും ഇവിടെ അത് അടുത്ത ലെവലാണ് ശരിക്കും. ഇവിടെ ജെൻഡർ ഗ്യാപ്പ് എന്നുള്ളൊരു ടേം വെച്ചിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അടുത്ത് അതിന്റെ നെക്സ്റ്റ് ലെവലായി. ഇക്വാലിറ്റി അല്ലേ സർ ഉദ്ദേശിക്കണേ? ഇനീക്വാലിറ്റി തന്നെയാണ്. അതെ അതെ അതെ, ഇനീക്വാലിറ്റി ഇതിന്റെ നെക്സ്റ്റ് ലെവലിൽ കുറച്ചും കൂടിയും നമ്മൾ അതിന്റെ പോയിന്റ് വൈസ് പറയാൻ പറ്റും. ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, അത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്തായാലും. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഉള്ളതാണ്, വിസിബിൾ ആണ്. അല്ലെങ്കിൽ പല കേസുകളിൽ നമുക്ക് യു ക്യാൻ ഓർ എനിവൺ ക്യാൻ എക്സ്പീരിയൻസ്. അപ്പോൾ അത് ഈ ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത കാലം വരെ ജെൻഡർ കോൺസെപ്റ്റുകളിൽ മെയിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അറിയാലോ, ഇത് നൗ ദ ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ ബിക്കെയിം എ പാർട്ട് ഓഫ് ജെൻഡർ. അതായത് മൂന്നാമത്തെ ഒരു ജെൻഡർ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഒഫീഷ്യലി, സോ നിയമപരമായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ചോദിച്ചാൽ മുൻപും ഈ വ്യക്തികൾ ഉണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. പക്ഷേ സൊസൈറ്റി അതിനെ എന്ത് ചെയ്തിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്ത് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നോർമലി അറിയാലോ. അപ്പോൾ ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റുകളെ കുറിച്ചുള്ള ഒരു ഇൻഡെക്സ് ആണത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലുകളിലേക്ക് നോക്കിയാൽ ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. ഫോർ കമ്പാരിസൺ ഓഫ് 156 countries included in 21, India was at the 17th position from the bottom. Overall, India's ranking was remained in the bottom 20 over years. അപ്പോൾ ഇവിടെ 24 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യ 129 ആണ് ഔട്ട് ഓഫ് 146. ദിസ് പുട്ട് ഇന്ത്യ അറ്റ് ദ 18th പൊസിഷൻ ഫ്രം ദ ബോട്ടം. അപ്പോൾ അത് താഴെയാണ് കാണിക്കുന്നത്. അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിലും വരുന്നുണ്ട്. അപ്പോൾ അതായത് വി ആർ നോട്ട് ഇൻ എ ഫേവറബിൾ പൊസിഷൻ എന്ന് പറയാം. അത് കൃത്യമായ കാര്യമാണ്. അപ്പോൾ പക്ഷേ ഈ ജെൻഡർ ഗ്യാപ്പ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതൊക്കെ കാലക്രമത്തിൽ എന്താവുന്നുണ്ട്, അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിക്കോസ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വുമൺ പാർട്ടിസിപ്പേഷൻ. സോ അതായത് സ്കീമുകളും പ്രോഗ്രാമുകളും കൊണ്ട് മാത്രം എന്താവുന്നില്ല, പാർട്ടിസിപ്പേഷൻ കൂടി അതിൽ വരുമ്പോൾ മാത്രമേ ഈ ഡിസ്ക്രിമിനേഷനെ കുറയ്ക്കാനും പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു മെന്റാലിറ്റി ഇഷ്യൂസ് അതിലുണ്ട്. അത് ഒരു സൈഡിൽ നടക്കുന്ന വേറെ പ്രശ്നങ്ങൾ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പാർട്ടിസിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി, അതായത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നതല്ല. ദർ ആർ നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ ഇതെന്താവുന്നുള്ളൂ, ഈ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഇഷ്യൂസിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ദെൻ അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും അത് ഉണ്ട്. ബട്ട് ഇന്ത്യയിൽ നമുക്ക് ഇതുകൊണ്ടുള്ള നേട്ടങ്ങളല്ല, ഇതുകൊണ്ടുള്ള ദോഷങ്ങളാണുള്ളത്. ബിക്കോസ് ഒന്ന്, ഇന്ത്യയുടെ വളർച്ചയിൽ തന്നെ നമ്മളുടെ സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ എല്ലാ രീതിയിലുള്ള വളർച്ചയെ തടയുന്ന ഒന്നാണ് ഈ ജെൻഡർ ഗ്യാപ്പ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ സൊസൈറ്റിയിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല പലരും. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കുകളിൽ സ്ത്രീകൾ തന്നെ നോക്കിയാൽ അറിയാലോ, ഇത്
ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ആംഗിളിലെല്ലാം ചിന്തിക്കാൻ പറ്റില്ല, പക്ഷെ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ വിമൺ പാർട്ടിസിപ്പേഷൻ ഇൻ മെനി ഫീൽഡ് പല ഏരിയകളിലും ഇല്ല. അപ്പൊ അതിന് കാരണം ഒന്ന് ആദ്യകാലങ്ങളിലാണെങ്കിൽ മെയിൽ ഡോമിനൻസ് എന്ന് പറയാം, അതായത് മെയിൽ ഡോമിനൻസ് കൂടിയത് കൊണ്ട് ഫീമെയിൽസ് ഇല്ലാത്തത്. എന്നാൽ ഇപ്പോൾ ചില ഏരിയകളിൽ മെയിൽ ഡോമിനൻസ് അത്ര ഉണ്ടാവണമെന്നില്ല, എങ്കിൽ പോലും എന്തില്ല, ഫീമെയിൽ പാർട്ടിസിപ്പേഷന്റെ കുറവ്, അതായത് ഫീമെയിൽസ് വരുന്നില്ല, വരാത്തത് കൊണ്ടുള്ളതാവാം. സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്, അതായത് മാനസികമായിട്ട് ഉള്ള ഒരു എന്താണ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട്. അതായത് ഇത് ചില മേഖലയിൽ പങ്കെടുക്കാൻ പറ്റില്ല, എനിക്കത് സാധിക്കില്ല, അങ്ങനെയുള്ള ഒരു ക്രിയേഷൻ തന്നെ എന്തുണ്ട് മനസ്സിലുണ്ട്. സോ അങ്ങനെ വരുന്ന ഒരു ആംഗിളും അതിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇറ്റ്സ് ഓൺലി അബൌട്ട് ദ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. അപ്പൊ ആ ഇൻഡെക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇന്ത്യയുടെ പൊസിഷൻ 2024 നമ്മൾ പറഞ്ഞത് നോക്കിയിരിക്കുക. പ്രത്യേകിച്ച് ഇറ്റ് ഈസ് ദ 129th പൊസിഷൻ ആണ് വരിക. ഇൻ 146 കൺട്രീസ് ഈസ് സർവേഡ്. ഓക്കെ, 129. അപ്പൊ നെക്സ്റ്റ് കവച് എന്ന് പറയുന്ന ഒരു ടേം ആണ്. കവച് എന്നുള്ള പേര് കേട്ടാൽ അറിയാം, കവച് ഈസ് സംതിങ് പ്രൊട്ടക്ഷൻ ആണത്, അതായത് ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണത്. ഇത് ആക്സിഡന്റുകളെ കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആന്റി കൊളീഷൻ സിസ്റ്റം ആണത്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് കവച് ആക്സിഡന്റ് ഇൻവോൾവിംഗ് ദ സിലാദ് കാഞ്ചൻജംഗ എക്സ്പ്രസ് ഓൺ June 17, which claimed 10 lives, have brought to the force again by the delay in installing Kavach, indigenously developed automatic train protection system across the country's rail network. അപ്പൊ അത് ബാക്ക്ഗ്രൗണ്ട് അതാണ്. Including the former railway minister, West Bengal Chief Minister Mamata Banerjee raised questions about the delay in implementation of the system. ഈ കവച് എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സെക്ടറിലും അല്ലെങ്കിൽ എല്ലാ സെക്ടറുകളിലും ഡിവിഷനുകളിലും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് എല്ലാ ദിക്കിലും ആയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ, എന്നാൽ ഒരു പരിധി വരെ നോക്കിയാൽ കാണാം, ഇന്ത്യയിലെ ട്രെയിൻ ആക്സിഡന്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ പറഞ്ഞ കവച് എന്ന് പറഞ്ഞ സിസ്റ്റം ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ഇന്ത്യൻ റെയിൽവേ സംവിധാനം ഡെവലപ്പ് ചെയ്തതാണ്, പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന ടെക്നോളജി ഒന്നുമല്ല. അപ്പൊ ഈ കവച് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു, ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് പക്ഷേ അത് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ ഏരിയകളിൽ, പ്രത്യേകിച്ച് എന്താണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്ന ഭാഗമൊക്കെ ഉണ്ട്, ഈ പറയുന്ന എവിടെയാണ്, ഛത്തീസ്ഗഡിലൊക്കെ വരുന്നതാണ്. സോ ആ ഏരിയകളിലൊക്കെ ഇപ്പോഴും ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കാരണം അവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഇഷ്യൂ ആണ്. സോ ദേ ആർ ഫേസിങ് ദ ഇഷ്യൂ ഓഫ് കൊളിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അതിൽ കവചിനെ കുറിച്ചാണ് പറയുന്നത്. കവച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആന്റി കൊളിഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഇവിടുത്തെ ഈ കോണ്ടെക്സ്റ്റിൽ കവചിനെ കുറിച്ച് അറിയേണ്ടത്, അതിനെക്കുറിച്ച് ഉയർത്തിയ ഒരു കൺസേൺ ആണ്, അതായത് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുള്ള കൺസേൺ മമതാ ബാനർജി ഉയർത്തി. മമതാ ബാനർജി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആണ്. മുൻപ് ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുണ്ട് അവര്. സോ അവരുടെ പാർട്ടി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ഓക്കെ, അപ്പോ ദെൻ സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് അടുത്തത്. അപ്പൊ ഇത് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് എയർ പൊല്യൂഷൻ ഹാസ് കോസ്ഡ് 8.1 million deaths announced the world in 2021, with China and India accounting for more than half of the global burden at 2.3 and 2.1 million deaths respectively. ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ എയർ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ വരുന്നതാണ് ഇന്ത്യയും ചൈനയും. അത് അറിയാലോ. അതിന് കാരണം ഒന്ന് നമ്മളുടെ ഇവിടുത്തെ ജനസംഖ്യ ആൻഡ് ദ യൂസേജ് ഓഫ് വെഹിക്കിൾസ്, യൂസേജ് ഓഫ് എല്ലാം വരും. അതിൽ ഒന്നല്ല, ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം അതിൽ വരുന്ന പോയിന്റുകളാണ്. ആൻഡ് നെക്സ്റ്റ്, അപ്പൊ ഇതിലത്രേ ഉള്ളൂ. ഇത് ഈ പറയുന്ന ചൈനയും ഇന്ത്യയും തമ്മിലുള്ള, അല്ലെങ്കിൽ ചൈനയുടെയും ഇന്ത്യയുടെയും പാർട്ടിസിപ്പേഷനെ സംബന്ധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ. സോ ഇത് നമുക്ക് അറിയുന്ന ഒരു, അല്ലെങ്കിൽ അറിയേണ്ട ഒരു ഡേറ്റ് ആണ്. June 21 ആണ്. എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡേ യോഗയാണ്.
ഈ ജൂൺ 21 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ലോങ്സ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്ന ഡേ ആണത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഈ പറയുന്ന ടേമിലുള്ളത് PM emphasized the global journey of yoga mentioning in India. അപ്പൊ ഇതിന്റെ പ്രത്യേകത 10th ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ശ്രീനഗറിൽ നടന്നു. അതാണ് ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ യോഗ ലോകത്തിലെല്ലായിടത്തും വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്ന് പറയുന്ന ഒരു സംഭവം വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യ പ്രപ്പോസ് ചെയ്തതാണ് ഈ പറഞ്ഞ ഐഡിയ ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ. അത് 2014 UNGA എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലാണ് അത് ഉന്നയിച്ചത്. അപ്പോൾ UN അത് ഒഫീഷ്യലി എന്ത് ചെയ്തു, ജൂൺ 21, 2014 ഡിസംബറിൽ അനൗൺസ് ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ തൊട്ട് അത് ആരംഭിച്ചു തുടങ്ങി. ഓക്കെ, അപ്പൊ 2024 തീമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ദെൻ നെക്സ്റ്റ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ പാരാമിലിറ്ററി ഫോഴ്സുകളിലൊന്നാണ് CISF. സോ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ തന്നെ ഉണ്ട്. ദേ ആർ ഫോക്കസിങ് മെയിൻലി ഓൺ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ്. അവർ തന്നെയാണ് എയർപോർട്ടുകളിൽ നിൽക്കുന്നത്. സോ ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഇത് പറയാൻ കാരണം CISF is yet to receive formal orders to take over the security of the parliament. In the past few months, over 2,500 CISF personnel have been deployed in the premises of replacing the Delhi police and the Central Reserve Police Force. അപ്പോൾ പാർലമെന്റിന്റെ സെക്യൂരിറ്റി നോക്കാനായിട്ട് CISF-നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഡൽഹി പോലീസും CRPF ആണ് ചെയ്തിരുന്നത്. ഇത് CISF-നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിന്റെ വേണ്ടി 2,500ഓളം CISF ഉദ്യോഗസ്ഥരെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കാരണമുണ്ട്. ബിക്കോസ് പാർലമെന്റിൽ അടുത്ത കാലത്ത് എന്താണ് ചില സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് ഒരാൾ കടന്നു കയറുകയും സെഷന്റെ ഇടയിൽ അതൊക്കെ ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ ഈ CISF എന്നൊക്കെ പറയുന്നത് വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ്, ഡിഫൻസിന്റെ അണ്ടറിലല്ല. അതാണ് അവിടെ അറിയേണ്ടത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലല്ല വർക്ക് ചെയ്യുക. ഈ CRPF, CISF, അതുപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് BSF, പിന്നെ റിസർവ് ബറ്റാലിയൻസ് ആയിട്ടുള്ള സശസ്ത്ര സീമാബൽ, അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് വരിക, ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലല്ല. ഓക്കെ, ദെൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969. CISF പ്രൂവൺ 1,77,713 പേഴ്സണലാണ് ഇതിൽ കേഡറ്റ് സ്ട്രെങ്ത് ഉള്ളത്, കറന്റ് ആയിട്ടുള്ളത്. പിന്നെ അഡീഷണലി CISF സേഫ് ഗാർഡ്സ് ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് ബിൽഡിംഗ്സ്, ഐക്കോണിക് ഹെറിറ്റേജ് മ്യൂസിയംസ് ആൻഡ് ദ ഡൽഹി മെട്രോ. അപ്പൊ ഇവിടെയൊക്കെ CISF-കാരാണ് ഉള്ളത്. ദെൻ ദ ഫോഴ്സ് വാസ് ആൾസോ സ്പെഷ്യലൈസ്ഡ് VIP security vertical that ensures round the clock protection. പിന്നെ post the Mumbai terror attack in November, the mandate of CISF are broadened to provide security cover to private corporate establishments. അപ്പൊ അത് ആവശ്യപ്പെട്ടാൽ ഇപ്പൊ താജ് ഹോട്ടൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് 2008 അറ്റാക്ക് ഉണ്ടായത്. അപ്പൊ അത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും CISF എന്ത് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് CISF-നെ സംബന്ധിക്കുന്ന പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഐ തിങ്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം.